അതാണ് നോക്കൂ, ഒരു സർപ്രൈസ് ആയിരുന്നു. യാദർശികമായിട്ട് ഒരു മലയാളിനെ കണ്ടു ഈ വണ്ടിക്കകത്താണ്. പുള്ളി സംസാരിച്ചിട്ട് പെട്ടെന്ന് പോയി. പുള്ളി ഡ്യൂട്ടിയിലാന്നാ പറഞ്ഞേ. കാണുന്ന ഈ വാഹനത്തിന്റെ അകത്ത് ഒരു മലയാളി ഉണ്ട്, കൊല്ലംകാരൻ. പുള്ളി ഞങ്ങളോട് വന്ന് സംസാരിച്ചു. പുള്ളി നമ്മുടെ ഫേസ്ബുക്ക് വ്യൂവറാണ്. സാധാരണ അവിടെയുള്ളവർ നമ്മളെ തെറി വിളിക്കാറാണ്, വന്ന് കാണാറില്ല. ഇപ്പൊ ഞാൻ പുള്ളിക്കാരനോട് എല്ലാ കാര്യം ഡൗട്ടും കാര്യം സംസാരിച്ചു. ഇവിടുന്ന് എണ്ണ അങ്ങനെ പ്രൈവറ്റ് വ്യക്തികൾക്ക് കൊടുക്കൂല. നോക്കൂ, അതായത് കുറെ അധികം ആളുകൾ നമ്മളോട് ചോദിച്ച ചോദ്യമാണ്, ഇവിടുന്ന് നിങ്ങൾക്ക് എണ്ണയുടെ എന്തെങ്കിലും പരിപാടി കാര്യങ്ങൾ അറിയാവോ? കാര്യം എന്താന്ന് ചോദിച്ചു. ഇപ്പൊ ഞാൻ ആ പുള്ളിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കടലില്ല, യാതൊരു രീതിയിലും പുറത്തോട്ട് എണ്ണ കൊണ്ടുപോകാൻ പറ്റൂല. പിന്നെ ഉള്ള ചാലു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റും നമ്മുടെ ഗവൺമെന്റും റഷ്യൻ ഗവൺമെന്റും തമ്മിലുള്ള സംഭവങ്ങൾ നടക്കുള്ളൂ. ഒരു പ്രൈവറ്റ് വ്യക്തികൾക്ക് ഇവിടുന്ന് എണ്ണ കൊണ്ടുപോകാൻ പറ്റൂല. അത് ദുബായ് അങ്ങനെയുള്ള ഏരിയന്റെ അകത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാവരും ഇവിടെ ഒരു മലയാളിയുടെ പൈസ പോയതാണ്. അത് ഏകദേശം നാട്ടിലത്തെ 1 കോടി രൂപയുടെ അടുത്തെങ്ങാണ്ട് പോയതാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ആരും കുടുങ്ങാൻ വേണ്ടി നിൽക്കില്ല. ആരെയും വാക്ക് കേട്ടിട്ട് ഇവിടുന്ന് നമുക്ക് ഏത് ബോർഡറിൽ ചെന്നാലും അവർ പിടിക്കും. ഇന്നലെ തന്നെ നമ്മൾ കണ്ടായിരുന്നു റഷ്യൻ ബോർഡറിൻ്റെ അകത്ത് മുന്തിരിങ്ങ പോലും അങ്ങോട്ട് വിടുന്നത് 4 ലോഡാണ് തിരിച്ചു. എണ്ണയുണ്ടോ അന്നിപ്പോ ആലോചിച്ച് ഇവിടുന്ന് എണ്ണയും കൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് അവസ്ഥ ആലോചിച്ച് നോക്കി. കയ്യിലെ കാശും അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നമ്മൾ അത്യാവശ്യം നിന്നാലും ഇവർ ഇതേപോലെ വന്ന് സെൽഫി സംഭവങ്ങളൊക്കെ എടുക്കും കേട്ടോ. ഉസ്ബെക്കിസ്ഥാൻ ഇവര് ഉസ്ബെക്കിസ്ഥാനികളാണ്. അപ്പൊ ഇവര് റഷ്യ ഉസ്ബെക്കിസ്ഥാൻ. ഓ ഗൈസ്, ഇവര് റഷ്യ ഉസ്ബെക്കിസ്ഥാനിൽ പോകുന്നതാണ്. ഇവർക്ക് വിസയൊന്നും വേണ്ട. ഇവരുടെ മെയിൻ വണ്ടിയാണ് ഈ കാണുന്ന ലാഡയാണ് ഇവരുടെ മെയിൻ വാഹനം. അപ്പൊ അതിന് ഇവര് പോകുന്നതാണ്. ഇവര് ഭയങ്കര സ്നേഹവും ഇതൊക്കെ ഉള്ളവരാണ്, പാവങ്ങളാണ്. പക്ഷെ റഷ്യക്കാരുടെ അടുത്ത് ഈ പരിപാടി ഒന്നും നടക്കൂല. കണ്ടോ ഒരു സന്തോഷം നോക്കിയേ, ഭയങ്കര എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടുന്ന വന്നത് വിചാരം എന്നെ മാറ്റി നിർത്തി എല്ലാവരും ഫോട്ടോ എടുക്കും. അതായത് നമുക്ക് തുർക്ക്മെനിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ചൈന പോലെ അല്ലെങ്കിൽ നോർത്ത് കൊറിയ പോലെ ഒരു പ്രൈവസി സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് കയറുന്നതിൽ 80,000 രൂപ ഫീസ് നമ്മുടെ വണ്ടിക്ക്. നോക്കൂ, ആ രാജ്യത്ത് കയറുന്ന 80,000 രൂപ ഫീസ്, പിന്നെ ഗൈഡിന് 60,000 രൂപ ഫീസ്, പിന്നെ അതുകൂടാതെ അവരുടെ മിനിസ്ട്രിയുടെ വേറെ പൈസ, അങ്ങനെ ഏതാണ്ട് ഒരു 2 ലക്ഷം രൂപ അടുത്ത് നമ്മുടെ വണ്ടി തുർക്ക്മെനിസ്ഥാനിൽ കയറി ഇറക്കുന്നതിന് വരും. ഇനി ഓവർ സമയം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഐസാവും. നീ വണ്ടി എടുത്തോട്ടോ, ഞാൻ സൈഡ് സീറ്റിൽ ഇരുന്നോളാം, അതായിരിക്കും നല്ലത്. ലിബി നടുക്ക് സീറ്റിൽ ഹീറ്റർ കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കും കേട്ടോ. ലിബി നടുക്ക് സീറ്റിലേക്ക് കയറി. സെവിനോട് ഞാൻ വണ്ടി എടുത്താലും പറഞ്ഞു, കാരണം കണ്ടമാനം കാറ്റാണ്. 2-3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ഞാൻ വണ്ടി ഓടിച്ചാണ്. പിന്നെ അത് മാത്രമല്ല എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ രാത്രി വരെ നമ്മൾ വണ്ടി ഓടിച്ചു, ഉറങ്ങാൻ പറ്റിയില്ല. ഇനിയും ഇന്ന് എത്ര കിലോമീറ്റർ ഓടണം? 500 കിലോമീറ്റർ, 6 മണിക്കൂർ. അടുത്ത വിസ ഒരു 5 മണി 6 മണി ആവുമ്പത്തേന് ബസ് വരും. അതിനുള്ള നീക്കങ്ങൾ മിസ്റ്റർ ഹസീബ് നടത്തുന്നുണ്ട്. ഞങ്ങളെ കടലിൽ കിടത്തുന്നതാണ്. ഞങ്ങൾ മാമുക്കോയ കേട്ടോ, നോക്കൂ, നമ്മുടെ മാമുക്കോയാണ് ഹസീബ്. പുറത്തുണ്ടല്ലോ 29 km/h കാറ്റ് വീശിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ അവിടെ എങ്ങനെയാണ് ഇത്രയും കാറ്റ് വീശിക്കില്ലേ, വീടൊക്കെ എടുത്തിട്ട് പോകും. കാര്യം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ മരമുണ്ട്, ബോർഡ്, ഫ്ലക്സ് ബോർഡുകൾ, മറ്റു സാധനങ്ങൾ എല്ലാം റോട്ടിൽ കിടക്കും, തെറിക്കപ്പെടും. അതെ, ഇവിടെ പിന്നെ ഒന്നുമില്ലല്ലോ, ഒരു മരം പോലും ഇല്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധിയും ക്ലേശകരവും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ലിബിനെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാസ്പോർട്ടിന്റെ വിഷയമാണോ എന്ന് എനിക്ക് ഡൗട്ടില്ലാതെയുണ്ട്. 2 കൊല്ലത്തെ പാസ്പോർട്ടല്ലേ നമുക്കുള്ളത്. അതും ഇവൻ പറഞ്ഞതിന് ചെറിയ, പക്ഷെ അങ്ങനെയെങ്കിൽ പിന്നെ നിങ്ങൾക്ക് 2 പേർക്കും കിട്ടുന്നു, പക്ഷെ എനിക്ക് മാത്രം കിട്ടും. പക്ഷെ എന്റെ അത് കേസ് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല, നിന്റെ അത് കേസ് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലാവർക്കും കൊടുക്കാണ്ടിരിക്കുവോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ, 2 വർഷത്തെ പാസ്പോർട്ട് ഉള്ള എല്ലാവർക്കും വിസ കിട്ടുന്നുണ്ടല്ലോ. ഫൈനലി ഞങ്ങൾ അങ്ങനെ കുറച്ച് ഫ്രണ്ടിൽ വന്ന് വണ്ടി നിർത്തി ഡീസൽ അടിക്കണം കേട്ടോ. ഇനി അങ്ങോട്ട് പോകുമ്പം എണ്ണ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് എണ്ണ അടിച്ചിട്ട് പോവാണെങ്കിൽ വലിയ കുഴപ്പമില്ല, പണി കിട്ടും. 250 കിലോമീറ്റർ പമ്പൊന്നുമില്ല. ഈ തൊട്ട് സൈഡിൽ കിടക്കുന്ന പോലീസിന്റെ വണ്ടിയാട്ടോ. ഇവിടെയൊക്കെ പോലീസ് ഇങ്ങനത്തെ വണ്ടിയാണ്. പോലീസ് തന്നെ. ഓ, ആ
പോകുന്ന ആ ഒരു അജാന ബാബുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പെട്ട പാട് ദൈവത്തിന് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട. ഞങ്ങൾ കുറച്ച് സാധനം മേടിച്ചിട്ട്, കാരണം ഇനി 250 കിലോമീറ്റർ ഇന്നും കിടന്ന് ഓടിക്കണം. ചായ, ബ്ലാക്ക് ടീ, ഓൾഡ് ടീ, പിന്നെ ഒരു വെള്ളം, അതെന്നാടാ സെവിനെ, ഒരു റെഡ് ബുള്ള്, പിന്നെ ഇത് ഗൊറില്ല. ഗൊറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബോക്സർ ഇല്ല, ഇതോ അതല്ല, ഇത് ഗൊറില്ല എന്ന് വെച്ചാൽ കബീബ് എന്ന് പറഞ്ഞൊരു ബോക്സർ ഇല്ല, പുള്ളിയുടെ കമ്പനിയുടെ ആട്ടോ അല്ലേ. നീ തന്നെ അവിടെ ഇരിക്കുന്നത്? ഇത് 4 ലിറ്റർ. അതിപ്പം പോയാനോട്ടോ, സാരമില്ല, നോക്കണേ. 4 ലിറ്റർ അതിൻ്റെ അകത്ത് അടിപ്പിക്കണേ ഹീറ്ററല്ലേ. പിന്നെ 4 ലിറ്ററും കൂടെ അടുപ്പിക്കണോ? എത്ര ഉണ്ടാ? 4 ലിറ്റർ. എൻ്റെ പൊന്നു ഗൈസ്, പറഞ്ഞ് മനസ്സിലാക്കണുണ്ടല്ലോ, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. ചില സമയത്തൊക്കെ ഇവര് ഒറ്റ നിപ്പങ്ങ് നിൽക്കും. പാടാ ഇത്ര നേരം സെവിനെ ഓടിച്ച്, ഇനി ഞാൻ ഓടിക്കട്ടെ കുറച്ച്. എനിക്ക് അങ്ങനെ സൈഡിൽ നിന്നിട്ട് ഛർദ്ദിക്കാൻ വരും കേട്ടോ. പറഞ്ഞ തെറിയാട്ടോ. കൊതയെന്നാണോ കുതയെന്നാണോ? ലിവിനെന്നെ അങ്ങോട്ട് പോയേ. എന്തോ ചോദിക്കുന്നത്, എന്തോ കൊടുക്കാൻ വേണ്ടിട്ട്. കൊടുക്കുന്ന സാധനം ഉണ്ടോ? ഇനിയിപ്പോ അപ്രോക്സിമേറ്റ് 400 സംതിങ് കിലോമീറ്റർ ഉണ്ട്. 5 മണിക്കൂർ ഓഫ്ലൈൻ ആണല്ലോ കാണിക്കുന്നത്. ഈ വഴിയാട്ടോ തിരിച്ചു പോകണ്ടേ. ഓ എടാ, 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞാൽ നിന്നെ പിടിച്ച് തിന്നും. ബാ കയറിക്കോ. ഇവിടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഇതിപ്പോൾ ഞാൻ ടെമ്പറേച്ചർ കൂട്ടിയിട്ടൊക്കെയാണ്. അതേപോലെ തന്നെ ഇപ്പം വണ്ടിക്കകത്ത് ടെമ്പറേച്ചർ വെച്ചാൽ 17 ആട്ടോ. ഈ സാധനത്തെ പിടിച്ചിട്ട് നമുക്ക് 36 ആക്കാം. 36 ആക്കി കേട്ടോ. ശരി, വാടാ. ഹലോ, അടച്ചില്ലേ? അയ്യോ എൻ്റെ പൊന്നെ, ഇവര് ചിലവരെ ഉള്ളു കേട്ടോ ഇത്ര നല്ല സ്വഭാവമുള്ള. ബാക്കിയുള്ളതെല്ലാം കടിച്ചു കയറാൻ വരുന്നവരെ അല്ലടാ സെബിനെ. ആണോ? നൈസ്. നോക്കൂ, ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ല കേട്ടോ. കിട്ടില്ല ട്രക്ക്. വാട്ട് ഈസ് ദിസ്? ഇതെന്നാടാ സെബിനെ? ഇതെന്നാടാ? ഇത് കമാസിന്റെ സാധനമാണോ? റഷ്യൻ അല്ലല്ല, ഇതിന്റെ മെഡിക്കൽ സാധനമാടാ. ഗായ്സ്, ഇന്ന് പകലില്ലാതെ കിടന്ന് ഓടേണ്ടി വരും കേട്ടോ. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ബോർഡർ കിട്ടുള്ളൂ. വിസ വന്നാലേ പോകുന്നതിന് ഉപകാരമുള്ളൂ, അല്ലെങ്കിൽ എല്ലാം ഉപദ്രവമായി മാറും. എങ്ങനെയാന്നുള്ളതൊക്കെ ആണോ? 8 മണി വരെ സമയമുണ്ടോ ഗായ്സ്? ഫൈനലി ഇത് നമ്മളെ പോലീസ് പിടിക്കാൻ പോവുകയാണ്. 100% നമ്മളെ പിടിക്കുമെന്നുള്ള ഉറപ്പാണ്. യെസ് ഗായ്സ്, നമ്മളെ പോലീസ് കാശിന് വേണ്ടി പിടിച്ചിരിക്കുകയാണ്. ഇപ്പം കിട്ടിയത്. വാ, സാധനം കൊണ്ടല്ലോ, ഓടി വാ. എനിക്ക് കറക്റ്റ് അറിയായിരുന്നു കേട്ടോ നമ്മളെ പിടിക്കുമെന്നുള്ളത്. ഞങ്ങളെ വിട്ടു കേട്ടോ. ഞങ്ങളെ വെറുതെ പിടിച്ചു നിർത്തിയിട്ട് ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. ഉസ്ബെക്കിസ്ഥാനിലേക്കാണോ ഗൈസ്? നോക്കൂ, നമ്മളോട് ഉസ്ബെക്കിസ്ഥാനിലേക്കാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. ഇത്രേ ഉള്ളു പരിപാടി. റോഡ് ടാർ ചെയ്യുവാണോ അല്ല നശിപ്പിക്കുവാണോ? രണ്ടാമത്തെ ഇനി ആ വണ്ടി അവിടെ നിന്ന് പോവാൻ നമുക്ക് കയറ്റാൻ പറ്റൂല്ലോ. ഇല്ല, പക്ഷെ ഇവര് റീടാർ ചെയ്യുന്നുണ്ടോ? പഴയ ടാർ മൊത്തം കുത്തിപ്പൊളിച്ച് കളഞ്ഞിട്ടാണ് ഇവർ രണ്ടാമതിന്റെ മേളിൽ റീടാർ അല്ലേ? ലിബിയ ബാ, എന്താ ചെയ്യാ? ഇന്നത്തെ കാര്യം ഇവിടെ ഒന്നും നമ്പാൻ പറ്റില്ല കേട്ടോ. പടപടേന്നും പറഞ്ഞാൽ എനിക്ക് ബേക്കിൽ നിന്ന് വണ്ടി വരിക. 4 ഇൻഡിക്കേറ്റർ ഇത് വെക്കണം. വഴിനീളെ ചെക്കിങ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് ചെറിയ കാറുകാര്, പിന്നെ ട്രക്ക്, ഇതുപോലുള്ള സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ പിടിക്കാറ്. എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും വലിയ ആളുകളെ പിടിക്കാറില്ല. പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ട്രൗസർ അവൻ അറിയാതെ അവിടെ പോലീസുകാർ നിൽപ്പുണ്ടോ? 200 കിലോമീറ്ററിനുള്ളിൽ ഒരു 10-30 വട്ടമെങ്കിലും പോലീസുകാരെ കണ്ടുണ്ടോ? അല്ലടാ, അത്രമാത്രം ചെക്കിങ്. ഗൈസ് നോക്കൂ, അത്രമാത്രം ചെക്കിന്നുണ്ടോ? മേടിക്കുന്നുണ്ടോ? ഒരു ദാക്ഷിണ്യം ഇല്ലാതെയാണ് കാര്യങ്ങള്. ഫൈനലി
327 കിലോമീറ്റർ ഉണ്ടായിരുന്നു ബോർഡിലേക്ക്. ഒരു വിശ്വാസമില്ലാത്തൊരു യാത്രയായിരുന്നു. എന്ത് റിസ്ക് അല്ലേ നമ്മളെ. ഫൈനലി വിസ ഇല്ലാതെ പോകാൻ തീരുമാനിച്ചു. ഫൈനലി കിട്ടി ഗൈസ്. എന്റെ തൊട്ട് സൈഡിൽ ഇരിക്കുന്നതാണ്. ഓവർ അങ്ങോട്ട് പോകണ്ട, വിസ വേറെ ആൾ കൊണ്ട്. ഒന്നാമത് വിസ ആറ്റിനോറ്റാണ് കിട്ടിയത്. ഫൈനലി കിട്ടി ഗൈസ്. സക്സസ്. അവർ ഉസ്ബെക്ക് വിസ ഇസ് റെഡി. അവൻ ബോർഡിലേക്ക് പോകുന്നതിൽ ഇനി കാര്യമുണ്ട്. വളരെ സന്തോഷമായി. ആകെ ഒരുമാതിരി മൂകത്തിലായിരുന്നു. ഒരുത്തം കയറി കിടന്ന് ഉറങ്ങി. നോക്കിയ പോയത് നോക്കിയേ, അങ്ങോട്ട് നോക്ക്. ഇതേ ഒരുത്തരെ കാണാൻ പോയില്ല അങ്ങോട്ട്. എടാ ചെല്ലപ്പാ, വിസ കിട്ടി ഇറങ്ങിവാ. ഗൈസ് നോക്കൂ, ഈ വിസ ആക്കി തന്ന നസീബിനോടും എന്റെ പേരിനോടും കമ്പനിയുടെ ക്ലൗഡ് ട്രാവൽ സൊല്യൂഷനോടും എന്റെ പേരിലും എന്റെ അനിയന്റെ പേരിലും ഞങ്ങളുടെ ഈബിൾജെറ്റ് കമ്പനിയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. വരുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ കൂടുതൽ ലൈവിലിരുത്തി കൂടുതൽ തെറി മേടിച്ചു തരാം. ഗൈസ് നോക്കൂ, ഫൈനലി സാധനം കിട്ടി. 3 പേർക്ക് ഫൈനലി അങ്ങനെ ഉസ്ബെക്കിസ്ഥാൻ വിസ കിട്ടിയിരിക്കുകയാണ്. കൈയടിക്കുവാൻ ഗൈസ്. അപ്പം ഇനിയിപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ കയറാം, എന്നിട്ട് അവിടെ നിന്ന് താജാക്കിസ്ഥാനിൽ കയറാം. അതിനുശേഷമാണ് വീണ്ടും പ്രശ്നങ്ങളുണ്ട്. ഞാൻ വൈകുന്നേരം വണ്ടി നിർത്തി കഴിഞ്ഞ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. നേരത്തെ അടിച്ച എണ്ണ മൊത്തം തീർന്നു. വീണ്ടും ഞങ്ങൾ അടുത്ത പമ്പി വന്നു. മുടിഞ്ഞ കാറ്റാട്ടോ പുറത്ത്. അടുത്ത പമ്പി വന്നപ്പോൾ എത്രടാ? 20 അല്ലേടാ? മൊത്തം തീർന്നില്ല, ഇനിയും ഉണ്ടല്ലേ? 3/4 കാല്. അതെ, പോകുന്ന വഴി ഇങ്ങനെ എണ്ണ കിട്ടുമല്ലോ എന്ന് പേടിച്ചിട്ടോ. ഓടിച്ചോടിച്ച് ട്രൗസർ കയറി. ഇനിയും ഉസ്ബെക്കിസ്ഥാന് വെറും 42 കിലോമീറ്റർ ഉള്ളൂ. ഗൈസ്, എത്ര മണിക്കൂറായെന്നറിയാം ഈ പരിപാടി തുടങ്ങിയിട്ട്. എത്രയോ മണിക്കൂറുകൾ ഗൈസ്. ഇനിയും നമുക്ക് 42 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ ബോർഡർ കിട്ടും. ആ ബോർഡറിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. ഗൈസ്, നമ്മൾ ഫൈനലി ബോർഡർ എത്തിയെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ട് ഏകദേശം ബോർഡർ പോലെയാണ് തോന്നുന്നത്. ഗൈസ് നോക്കൂ, അതായത് ഉസ്ബെക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ ബോർഡർ ആണ് ഇതെന്നാണ് നിങ്ങളുടെ വിശ്വാസം. ഇതിലാണോ പോകണ്ടേ എന്നുള്ളത്? അപ്പുറത്താ കാറുകൾ കിടക്കുന്നുണ്ട്. കണ്ടമാനം വണ്ടിയാ. അങ്ങനത്തെ ഞാൻ തിരിച്ചു വിട്ടാൽ നമ്മൾ ചമ്മിപ്പോവും. ഗൈസ്, ഇതെന്തോ ഉൾഗ്രാമത്തിൽ കൂടെ സഞ്ചരിക്കുന്ന പോലെ ആയിപ്പോയല്ലോ. ഇതെന്നാ സംഭവം? എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. ഇത് വമ്പം ബോർഡർ കേട്ടോ. അപ്പുറത്ത് കണ്ടമാനം കാറുകൾ കിടപ്പുണ്ട്. എടാ, ഇത് ഇങ്ങോട്ട് വരുന്നടാ. അങ്ങോട്ട് പോകുന്നോ? അങ്ങോട്ട് പോലീസാണല്ലോ ഫുള്ള്. എവിടെ? ഇല്ല, കമിഞ്ഞ. അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന കൂട്ടുകാരാ. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതല്ല. അതാ തൊട്ടപ്പുറത്ത് അവരുടെ ആർമി ഒക്കെ നിൽക്കുന്ന. ഇറങ്ങാനൊന്നുമില്ല, മുമ്പി അപ്പുറം. അതെ, എന്റെ അമ്മോ, ഇതെന്നോടാ? വാട്ട് ഈസ് ദിസ് മാൻ? ഇതെന്താണ് ഈ തൊട്ടിപ്പുറത്ത് കാണുന്നത്? ഇല്ല, ഇതെന്നോടാ? വഴി മാറിപ്പോയി മോനെ. ഗൈസ്, തൊട്ടിപ്പുറത്ത് നോക്കി നമ്മുടെ ഈ നേപ്പാളിന്നൊക്കെ ആൾക്കാര്, പിന്നെ അവരുടെ നേപ്പാളിന്നൊക്കെ ആൾക്കാരെ ഇന്ത്യയിലേക്ക് വരുന്ന പോലെ കേട്ടോ. ഇതാണ് ഏക ഗ്യാപ്പ്. വണ്ടി ഉണ്ടടാ? ഇല്ല. ഇതല്ലേ ഇവിടെ ഉണ്ട്. കാർ കിടക്കുന്നത് ചിരിച്ചും കിട്ടും. ക്രോസ് ആയിട്ട് കിട്ടും. ബാക്കോട്ടെ. ഈ ഗ്യാപ്പിൽ കൂടെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. വലിയ ബ്ലോക്ക് കേട്ടോ. അതുകൊണ്ട് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ വന്ന് കൂടി ഇതിങ്ങനെ. എൻ്റെ രൂപ ശരി 3 കിലോമീറ്റർ 4 കിലോമീറ്റർ അല്ലേ, ഇങ്ങനെ നീളത്തിൽ കിടക്കുവാണ്. കസ്റ്റംസ് ചെക്കിങ് അതും ഇതൊക്കെ കഴിഞ്ഞാൽ ഇനി നമുക്ക് പോകത്തുള്ളൂ. അതുവരെ ഇങ്ങനെ നമ്മൾ കിടക്കണം. ബേക്കിൽ ഓരോന്നായിട്ട് കിടപ്പുണ്ടോ. ലോറി എത്രയാടാ? ലോറി എന്തായാലും ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? 10 കിലോമീറ്റർ ലോറി ഉണ്ടാവും. അന്നേരം വണ്ടിക്കകത്ത് കേട്ടോ. നല്ല തണുപ്പാവും പുറത്ത്. ഈ ഫ്രണ്ടിലൊക്കെ കിടക്കുന്ന ഉസ്ബെക്ക് വാഹനങ്ങളും സംഭവങ്ങളൊക്കെയാണ്. ഇപ്പൊ ഒന്നും പോകാൻ പറ്റില്ല ഗൈസ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു 500 മീറ്റർ കഴിഞ്ഞാൽ കസ്റ്റംസിന്റെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, ഇനി യാഥാർത്ഥ്യം പറയാം. അതായത് ലിപി കിടന്നോടാ? ഗൈസ്, ലിപി കിടന്നു. ഗൈസ്, യാഥാർത്ഥ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇന്ന് രാത്രിയും കൂടി എന്തുള്ളൂ. അതായത് നമുക്ക് പെനാൽറ്റി അടിച്ച വാലിഡിറ്റി ഇന്ന് രാത്രി കയറാൻ പറ്റിക്കഴിഞ്ഞാൽ ഫൈൻ ഒഴിവാക്കി കയറാൻ പറ്റും. ഒന്നും നോക്കിയില്ല, തലയും വാലും മുന്നും പിന്നും നോക്കാതെ വിസയും കിസയും ഒന്നും ഇല്ലാതെ ഒറ്റ വിടൽ വിട്ടാണ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ അങ്ങ് പോകുന്നു. വഴിക്ക് വെച്ച് വിസ കിട്ടി. ഇനിയിപ്പം 12 മണിക്ക് മുമ്പ് കയറാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടും. അതെ, പക്ഷെ അത് സാധ്യമാണോ സാധ്യതയില്ല. എന്തായാലും നേരം വിളിക്കും അല്ലേ? ബ്ലോക്ക് ഉണ്ട്, അങ്ങനെയാ തോന്നുന്നത്. എനിക്ക് ഏകദേശം അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എങ്ങനെയാവും അറിയില്ല, നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇതിന് നല്ല തലവേദന, അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ഈ ബാഗ് മൊത്തം മെഡിസിനാണ്, ഇന്ത്യൻ മെഡിസിൻ. ഇതിന്റെ പ്രിക്കോഷനും സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതെ ഗൈസ്, ഒരു ബാഗ് നിറച്ച സാധനമാണ്. അപ്പം ലിബിന് ഗുളിക എടുക്കാൻ വേണ്ടിയാണ് സാധനം എടുത്ത്, തലവേദനയുടെ സാധനങ്ങളും സംഭവങ്ങളൊക്കെ. എനിക്ക് ചെറിയ തൊണ്ടവേദനയുണ്ട്. ഗൈസ് ഇത് കണ്ടോ, ഈ കാണുന്ന ഈ ഒരു ടെമ്പറേച്ചർ ഈ വണ്ടിയിൽ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എണ്ണ വരയ്ക്കും. ഇപ്പോഴും വർക്കിംഗ് കേട്ടോ. എന്തോരം എണ്ണ പോകുന്നറിയോ? അതുകൊണ്ട് ഇത് 36 ഞാൻ സെറ്റ് ചെയ്ത് വെച്ചാക്കുന്ന ഈ സാധനം. ഇതിന്റെ പുറത്ത് മൈനസ് 2. ലിബിന് അതികഠിനമായ തലവേദന, ചെവി വേദന, ചെവി വേദനക്കുള്ള വരുന്നുണ്ട് നമ്മുടെ അടുത്ത്. പരിധിയില്ലേ ആ സമയം കൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കിയിട്ട് വേണം. കാരണം കസ്റ്റംസ് ഒക്കെ കാണുമ്പോഴേ ഇച്ചിരി വൃത്തിയായിട്ട് കിടന്നോട്ടെ. അപ്പോൾ അവർക്ക് ഇതൊന്നും ഇളക്കണ്ടായിട്ട് തോന്നും കേട്ടോ. അല്ലെങ്കിൽ ഇവന്മാർ മൊത്തം വലിച്ചു വാരിയിടും. ഉസ്ബെക്കിലെ കസ്റ്റംസ് ഇച്ചിരി വിഷയമാണ്. അപ്പോൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി. അല്ലേ ലിബിനെ? ബ്ലോക്കാടാ, നമ്മളിവിടെ അപ്പുറത്തെ ഇപ്പുറത്തെ വണ്ടി പോവില്ല. അപ്പൊ ജസ്റ്റിനാ വോൾവോയി നമ്മുടെ വണ്ടിയായിട്ട് കിടക്കുന്നത്. ചൂടില്ലടാ ഉള്ളിലോ? അല്ലേ? ഇനി ഒന്ന് ടെമ്പറേച്ചറോട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. എന്തായാലും വെയിറ്റിംഗ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ബ്രേക്കാന്ന് തോന്നുന്നത്. അതെങ്ങനെ വണ്ടി ബ്ലോക്ക് ആയി 24 hours കസ്റ്റംസാ അതിന്റെ ബോർഡറാണ്. കുറച്ച് അങ്ങോട്ട് പോയാൽ തിന്നാൻ കിട്ടും. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല, എന്തൊക്കെയോ ആവുന്നു കേട്ടോ. രാവിലെ ഞങ്ങൾ ബർഗർ കഴിച്ചു. ഞാൻ ഛർദി, ഇവൻ ഛർദി. അതിൻ്റെയാണ് ബാക്കി പത്രമായി കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സെവിനെ കോട്ടൊക്കെ എടുക്കണോടാ? ഏതാണ്ട് ഒരു 30 മിനിറ്റിനുള്ളിൽ കുറച്ചൊന്നാണെങ്കിൽ കേട്ടോ. കുറേ വണ്ടി പോയി. ഇതേ ഈ കാണുന്ന നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന ലാട പോയി. ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് കയറ്റും കേട്ടോ. ഗൈസ് നോക്കൂ, ഞാനൊരു ഗ്രീൻ ആപ്പിൾ എടുത്തു ലിബിക്ക് വേണമെന്ന്. എന്നാ ഉഷാറായോടാ? അതിന് കുടുംബം ഇത്ര എങ്ങനാവോ? എന്നാ സെവന്റെ ചുമന്ന ആപ്പിൾ ഗൈസ്, നിങ്ങളൊക്കെ ഇപ്പം കിടന്നുറങ്ങുമായിരിക്കും. ഇവിടെ ഇപ്പം 12:43. അത്രാവും ഇവിടെ. അത്രാവും 12:43 ഇന്ത്യൻ ടൈം. യൂസി 2200 വാച്ചാട്ടോ. 1:15 ഇപ്പോഴും ബോർഡിൽ കിടക്കുവാണ്. ഇത് ഒരുത്തനിവിടെ ഗ്രീൻ ആപ്പിൾ തിന്നുകൊണ്ട് കിടക്കുവാണ്. കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടാണ്. എല്ലാവർക്കും നല്ല വിശപ്പാണ്. എടാ ഇത് തിരുവാപ്പിൾ അല്ലേടാ സെവിനെ? ഏറ്റവും കളറുള്ള ആപ്പിൾ നീ എടുത്തല്ലേടാ? എടാ ചതിയല്ലേടാ കൂട്ടുകാരൻ നീ ചെയ്തേ? അതെ, ഉറ്റ സുഹൃത്താണ്. വണ്ടി കഴുകിയിടാൻ ഉറ്റ സുഹൃത്തായിട്ട് വണ്ടി കഴുകിടാം, പിന്നെ വണ്ടിക്ക് എന്ത് വേണം ചെയ്തു തരാം, പിന്നെ ലിബിനെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് ഇപ്പൊ ഇവന്റെ അടിമയായി നമ്മള്. ലിബി കിടന്ന് നോക്കിയേ, ലിബിയുടെ കഴിക്കലൊക്കെ നോക്കിയേ. ഇന്നത്തെ ആദ്യത്തെ ഭക്ഷണം കേട്ടോ. നോക്കിയേ ഗൈസ്, വളരെ ടേസ്റ്റോടുകൂടി കഴിക്കുവാണ്. എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാട്ടോ. ബ്ലോക്ക് അനങ്ങുന്നില്ല കേട്ടോ. ദേ ഒരു രക്ഷയും കാണുന്നില്ല. മണിക്കൂറുകളായി ഞങ്ങൾ കിടക്കുന്നു. 25 km/h എന്ത് വീശുന്നത്? കാറ്റ് വീശുന്നത്. സെബിനും ലിബിനൊക്കെ ഉറങ്ങി കേട്ടോ. ഞാൻ എടാ വീഡിയോ എടുക്കും, നീ കണ്ണുറന്ന് കാണിക്കുന്നതല്ലേ? കണ്ണ് നിറഞ്ഞ് കിടക്കുന്നതല്ലേ? നോക്കൂ, നേരം വെളുത്താൽ പോലും ഈ ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുന്നത് കണ്ണിൻ്റെയൊക്കെ തീരുമാനമായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫുള്ള് ലൈറ്റ് ഓൺ ആക്കിയിടും. അപ്പം ബേക്കിലുള്ള എല്ലാ വണ്ടികളും സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീണ്ടും എല്ലാം ഓഫ് ആക്കിയിടും. എനിക്കൊരു സന്തോഷം, അവർക്കൊരു സന്തോഷം. എന്താവും അറിയത്തില്ല കേട്ടോ. ഐസിൻ്റെ കണ്ണ് കണ്ടറിയവൻ ഉറങ്ങുകയാണ്. ഒരുത്തനവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ. ലിബിന് അവിടെ കിടന്ന് ഉറങ്ങി, ഇവൻ ഉറങ്ങുന്നു. ഇങ്ങനെ ഇച്ചിരിയൊക്കെ ആയിട്ട് വാഹനം അനങ്ങി തുടങ്ങി. സമയം ഇപ്പം വെളുപ്പിന് 4:30. അതന്നെ 4:18. ഇവിടുത്തെ ഒരു 3:45 ഇപ്പോൾ ഇപ്പോഴത്തെ ട്രക്കുകളൊക്കെ നീങ്ങി തുടങ്ങി. ഇടയ്ക്ക് പിന്നെ ഇതുപോലെ ഞെട്ടി എണീക്കും. ഗൈസ് എനിക്ക് തോന്നുന്നൊരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ ഓർഡർ എത്തുമായിരിക്കും കേട്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രി 11 മണിക്ക് കൊണ്ട് വെച്ചാണ് വണ്ടി. ഇത് നേരം വെളുത്തു ഒരു 5:00 കഴിക്കണം കേട്ടോ. 5 ആവുന്നുള്ളൂ, ആയില്ല. ഇത് ഇവിടുത്തെ പട്ടാളക്കാർ ഉറങ്ങാതിരിക്കാണ്ട് തിന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ മേടിച്ചു.
നാട്ടിലെ 70 രൂപയാണ്. തത്തമ്മയ്ക്ക് കൊടുക്കുന്നതാണോ ഇതെന്നാടാ ലവേഴ്സിന് കൊടുക്കുന്നതാണോ എന്നാന്ന് അറിയത്തില്ല. ഇവിടെ എല്ലാവരും തിന്നോണ്ടിരിക്കുന്നുണ്ട്. ഉറക്കം വരാതിരിക്കാൻ ഞാനും തിന്നുവാണ്. കാരണം ഒരു കാരണവശാൽ നമ്മൾ ഉറങ്ങുമോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിക്കഴിഞ്ഞാൽ പുറകിൽ 100-300 വണ്ടിയുണ്ട്, അത് കയറിപ്പോവും. പിന്നെ നാളെ വൈകുന്നേരം പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് ഞങ്ങളിവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സെബിൻ ഉറങ്ങുമ്പോൾ ഞാൻ സെബിനെ വിളിച്ചു വരുത്തും. സംഭവം നേരം വെളുത്തു നോക്കി ഇന്നലെ വന്ന് കിടക്കാൻ തുടങ്ങിയതാണ്. അപ്പം എന്നാ ബ്ലോക്കാടാ, ഒരനക്കോ ഇല്ല. സെബിനൊക്കെ കിടന്നുറങ്ങിയിട്ടാണ്. ഞാൻ ചെറുതായിട്ട് കണ്ണടച്ചു. എന്നാലും ആൾക്കാർ വന്ന് മാറ്റിക്കുന്നുണ്ട് കേട്ടോ. ഒരനക്കോ ഇല്ലാതെ ഇങ്ങനെ തുടരും കേട്ടോ. എന്താണോ ഇത്രയ്ക്ക് ബ്ലോക്ക്? നമ്മൾ കസാക്ക് എക്സിറ്റ് പോലും ചെയ്തിട്ടില്ല. കസാക്ക് എക്സിറ്റ് ചെയ്തിട്ട് വേണം ഉസ്ബക്ക് എൻട്രി ചെയ്യാൻ. അപ്പം ഇനി ഉസ്ബക്കിൽ എന്നാ അവസ്ഥ ദൈവത്തിന് അറിയാം. എന്തോ ഇപ്പോൾ ഒരാളോട് ഒരു അറ്റം മൂലം ഇംഗ്ലീഷ് അറിയാവുന്നൊരു പുള്ളിയോട് ചോദിച്ചാൽ പറഞ്ഞ് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം എന്നൊക്കെയാണ് പറയുന്നത്. ആകെ 3 കട്ട എണ്ണയുണ്ട്, നമ്മളും ഉണ്ട്. എന്താവുന്ന ദൈവത്തിനറിയാം കേട്ടോ. നോക്കൂ, ഞങ്ങളുടെ ഹീറ്ററിലെ എണ്ണ തീർന്നു. ഒരു രക്ഷയില്ല, വണ്ടി ഇരിക്കാൻ തണുപ്പാണ്. എല്ലാ വണ്ടിക്കാരും ഓരോ ലിറ്റർ തന്നാലേ ശരിയാവും. ലിബി പോയിട്ട് ഓരോരുത്തരും ഡീസലാണോടാ അല്ലേ? കരയുന്ന പോലെ അവിടെ നിൽക്കുവാ. ഒഴിച്ചോ, ഡീസലാണോ നോക്കി. ഉറപ്പ്. മറ്റേ വേണോ? ചോർപ്പ് വേണോ? ചോർപ്പ് വേണോ തരാട്ടാ. കാശ് നോക്കൂ, ലിബി ഡീസൽ ഒഴിച്ച് ഈ ഹീറ്ററിനെ സെറ്റപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ വേറെ ഒരുത്തനെ വിട്ടായിരുന്നു സെബിനെ, അവനിപ്പോൾ കാണുന്നില്ല കേട്ടോ. ഇന്നലെ 11 മണിക്ക് വന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഡ്രൈവർ സീറ്റിൽ നിന്ന് ഒരു കോ ഡ്രൈവർ മാറി, അടുത്ത കോ ഡ്രൈവർ ബേക്കിൽ കയറി, ഉറക്കവും കഴിഞ്ഞ് ഇവിടെ എത്തി. ഇനി ഉറങ്ങാൻ നേരമായി. നിങ്ങൾ നോക്കിയാണ് കേട്ടോ. നാട്ടിലെ സമയമാണ് ഈ 2:30, ഇവിടുത്തെ സമയം 2 മണി ഗൈസ്. എന്നിട്ടും പിറ്റേ ദിവസം 2 മണിയായിട്ടും ഈ ബ്ലോക്ക് മാറിയിട്ടില്ല. ഇതിനെ കുറിച്ച് ഞങ്ങൾ കുലംകുസ്ത കണ്ടുപിടിച്ചു. ഇതിനെ കുറിച്ച് എന്നാന്ന് സംബന്ധിച്ച് ഇവിടുന്ന് നന്നായിട്ട് ആൾക്കാർ ടാക്സ് ഇല്ലാത്ത സാധനം അങ്ങോട്ട് റഷ്യയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഫുള്ള് സാധനം ചെക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അപ്പുറം നമ്മുടെ ടൗസ് വരെ ചെക്ക് ചെയ്തിട്ട് വിടുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കുറേ സാധനം ബോർഡറിൻ്റെ അകത്ത് എടുത്ത് കളഞ്ഞൊക്കെ കാണാം ഗൈസ്. എന്താവും എങ്ങനെയാവും ഒന്ന് കീറാൻ വേണ്ടി ഞങ്ങൾ എണ്ണ വരച്ചോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, കഴിഞ്ഞ മണിക്കൂറുകൾ നീണ്ട സാഹസ്യത്തിനൊടുവിൽ നമ്മൾ അങ്ങനെ ബോർഡർ അടുത്തിരിക്കുകയാണ്. എത്രടാ? 16 മണിക്കൂർ അടുത്ത് നമ്മൾ കിടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്റെ ക്യാമറ കണ്ണുകൾ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ഈ കാണുന്നതാണ് കെട്ടഴിക്കൽ. അതായത് ഇവര് വേറെ രാജ്യത്ത് സാധനം മേടിച്ചിട്ട് അത് ഈ രാജ്യത്ത് പ്രശ്നം ഇവർ പല ആൾക്കാരായിട്ട് ഇത് കൊണ്ടുപോട്ടോ. കഴിഞ്ഞ എത്ര മണിക്കൂറാ? കഴിഞ്ഞ എത്ര മണിക്കൂറാ? 16 മണിക്കൂർ. പാസ്പോർട്ട്, കാർനെറ്റ്, ഇവിടെ മറ്റേ സാധനം ഉണ്ടല്ലോ, ഓവർ സ്റ്റേഡ് സാധനം. എടാ, ഓവർ സ്റ്റേഡ് സാധനം, വണ്ടിയുടെ RC, എല്ലാ സാധനം ഓരോന്നോരോന്താ എല്ലാം കൈവെക്കട്ടെ കേട്ടോ. അപ്പം തുടങ്ങും പരിപാടികൾ. നെക്സ്റ്റ് കൺട്രി ഗൈസ്, ഉസ്ബെക്കിസ്ഥാൻ ഗൈസ്. നെക്സ്റ്റ് കൺട്രി ഈസ് ഉസ്ബെക്കിസ്ഥാൻ. ഗൈസ്, അങ്ങ് ദൂരെ ഇവരെ ഗാർഡിനെ കണ്ടോ? ഇവരെ അടുത്തുനിന്ന് എല്ലാം അഴിപ്പിക്കുന്ന ആടാ സെബിനെ. നമ്മുടെ ഒന്നും അഴിക്കാനായിട്ടൊന്നും കേട്ടോ. ബ്ലോക്ക് എങ്ങനെ ഉണ്ടാകുന്നത് ഇപ്പൊ മനസ്സിലായിട്ട്. ഇവന്മാർ ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കുന്ന കേട്ടോ. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൂരം തല്ലും ബഹളവും. ഒരു ഒത്തൊരുമ കാണുന്നില്ല കേട്ടോ. AC ആടെ ഈ പോകുന്നത്. AC ആട്ടോ. ആ നേരത്തെ ആ ഒരു തിക്കും തിരക്കും ആ ഒരു സംഭവം കണ്ടോ? ഞാൻ വിചാരിച്ചു കഴിഞ്ഞു അപ്പുറത്തെ രാജ്യമെത്തി കേട്ടോ. നോക്കിയേ, ഇപ്പൊ നിൽക്കാണ്ട് ഇപ്പൊ എത്ര നേരമെന്നറിയാമോ ഗൈസ്? ഇപ്പൊ ഒന്നും തരും. നമ്മൾ കസാക്കിസ്ഥാന്റെ അയലോക്കത്ത് പോലും, അതായത് എക്സിറ്റ് അടിക്കാനുള്ള അയലോക്കത്ത് പോലും എത്തിയിട്ടില്ല കേട്ടോ. നോക്കൂ, സമയം 6:50 നാട്ടിലെ. ഇവിടുത്തെ ഒരു 6 മണിയായി കാണും. നോക്കൂ, ഒരനക്കവും ഇല്ല. അതേ സ്ഥലം ഇരുട്ടായി. രാത്രി 11-12 മണിയാകുമ്പം ഈ കസാക്കിസ്ഥാൻ്റെ ബോർഡർ കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് എത്താൻ സാധിച്ചേക്കാട്ടോ. ലിബിനും സെബിനും പാസ്പോർട്ടിൽ സീലടിച്ചു. ഇനിയിപ്പം എനിക്ക് ഡ്രൈവ് ടു കിട്ടിയാൽ മതി. എന്നെ ലിബിനെ എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോയി. ഇവിടെ ഇതിൻ്റെ അകത്ത് ഇരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നേരെ ഉസ്ബെക്ക്, അതാണ് നമ്മുടെ പരിപാടി. കാറിൻ്റെ സീലടിക്കണം, അത് അടുത്ത് പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് ഊമ്പിക്കൽ പ്രസ്ഥാനം കുറേ പേരുണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ, കുത്തിക്കയറ്റ് പരിപാടി. ഇതുണ്ടോ, കുത്തിക്കയറ്റാൻ വേണ്ടി ഇങ്ങനെ കാറ് കൊണ്ട് വെച്ചേക്കാം കേട്ടോ. ഐസ് ഇപ്പോൾ ഒന്ന് ബോർഡർ ചെറുതായിട്ടൊന്ന് അനങ്ങി കേട്ടോ. 1, 2, 3, 4, 5, 6 വണ്ടി കയറ്റി വിട്ടു. ഞാനും ആ ഗ്യാപ്പിൽ എടുത്തു കേട്ടോ. അല്ലെങ്കിൽ കുത്തിക്കയറ്റ് ഭയങ്കര കൂടുതലാണ്. തൊട്ട് സൈഡിൽ കിടക്കുന്ന ഫുള്ള് ട്രക്കാട്ടോ. ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം കേട്ടോ. ഗൈസ്, ബമ്പൻ ചെക്കിങ് ആട്ടോ. എന്നാ ചെക്കിങ്ങാന്നറിയാവോ ദൈവമേ. നമ്മുടെ വണ്ടി സാധാരണ നമ്മുടെ വണ്ടി കയറിയിട്ടൊന്നും അങ്ങനെ പറയാറില്ല. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ.
എല്ലാ വണ്ടി അരിച്ചു പെറുക്കിടുന്നു. എനിക്കൊന്ന് കസാക്കിസ്ഥാനും റഷ്യ എന്നൊക്കെ ഉള്ള സാധനമേ ടാക്സി വെട്ടിച്ച ആൾക്കാർ കയറ്റുന്നുണ്ടാവും. ഗൈസ് ഫൈനലി പ്രൊസീജിയർ കഴിഞ്ഞു. നീ ഇവിടെ ഒതുക്കി പിടിച്ചു. ഇങ്ങോട്ട് പിടിച്ചാൽ സെവിനെ ഇങ്ങനെ അടിച്ചാൽ കുട്ടാ. എടാ കുട്ടാ ഡേ ഒരെണ്ണം എക്സിറ്റ് അടിച്ചു തന്നു വണ്ടിയുടെ. പിന്നെ കാർനെറ്റ് എക്സിറ്റ് അടിച്ചു തന്നു. ഒക്കെ നാളെ കാണിച്ചു കേട്ടോ. ഇത് സെറ്റ് ചെയ്ത് തന്നു. പിന്നെ അതുകൂടാതെ മാര് കണ്ടു കഴിഞ്ഞ വിഷയം കേട്ടോ. പാസ്പോർട്ട് കാണിക്കുന്ന സബ്സ്ക്രൈബർ പറയാൻ പറഞ്ഞു കേട്ടോ. അതെ ഗൈസ് നോക്കൂ ബാക്കിയുള്ള സാധനം പാസ്പോർട്ട് കണ്ടാലും കുഴപ്പമില്ല. ആ എടുത്തിട്ട് വന്നവനെ അന്നപ്പം അവിടുന്ന് പിടിക്കും. നിനക്ക് എത്ര കേസുണ്ട്? ഞങ്ങൾ നേരെ ഉസ്ബെക്കിസ്ഥാനിൽ കയറാൻ വേണ്ടി പോകണം. പരിപാടി എല്ലാം കഴിഞ്ഞു. വണ്ടിക്കകത്ത് 12 ഡിഗ്രി കാണിക്കുന്നത്. പക്ഷേ -1 ആണ്. നമുക്ക് നേരെ ആദ്യമായിട്ട് ഒരു ബോർഡറിന്റെ അകത്ത് 40 മണിക്കൂർ കിടന്നിട്ടാണ് ബോർഡർ ക്രോസ് കാണുന്നത്. 40 മണിക്കൂർ ഇല്ല. 24 എത്രയായി? അതങ്ങനെ 24 വരുവാ. സോറി 36 മണിക്കൂർ. 36 ആവുക. 35 കറക്റ്റാ. ഇവന്റെ കണക്ക് ശരിയല്ല. 24 മണിക്കൂറായില്ലേ? ഇന്നലെ നമ്മൾ ഈ സമയത്താ വന്നത്. അപ്പൊ ഈ സമയത്തേക്ക് 24 മണിക്കൂർ. 25 ആക്കിയോ? റൗണ്ട് കാര്യം നടക്കട്ടെ. ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തെത്തി. ഇവിടെ എന്താണോ എന്തോ. കസാക്കിസ്ഥാൻ കഴിഞ്ഞു ഗൈസ്. നേരെ ഉസ്ബെക്കിസ്ഥാൻ. ഈ കരച്ചിൽ കേൾക്കുന്ന എന്റെ വാഹനത്തിൽ എണ്ണ ഇല്ലാത്തതുകൊണ്ടാട്ടോ. ഇനിയും കടന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ തള്ളി തന്നിട്ട് നമ്മുടെ വണ്ടി എല്ലാരും പണമാ ചോദിക്കുന്ന. ഭാഷ അറിയില്ലാത്തതുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന. തൊട്ട് സൈഡിലൊക്കെ ഈ കാറ് കിടക്കുന്നുണ്ടല്ലോ. വെറുതെ കിടക്കുന്നതല്ല കേട്ടോ. ഇതെല്ലാം കേറി പോകാൻ വേണ്ടി ക്യൂ കിടക്കുന്നതാണ് സുഹൃത്തുക്കളെ. എടാ ഇവിടുത്തെ അവൈലബിലിറ്റിയും നോക്കിയിട്ടാണ് കയറ്റി വിടുന്നത് കേട്ടോ. രാത്രിയിൽ ബോർഡർ കയറി നന്നായിട്ടോ. നമ്മുടെ ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഇതാണ് കസാക്കിസ്ഥാൻ്റെ എൻട്രി കേട്ടോ. ലിബിനും സെബിനും അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ വണ്ടി ഇപ്പം അങ്ങോട്ട് കയറ്റി വിട്ടോ. ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഉസ്ബെക്കിസ്ഥാനിൽ കയറിയതാ, അതും ഇല്ലാതായി. റഷ്യ പോലെ തന്നെ എല്ലാ പരിപാടിയും സ്റ്റാമ്പ് അടിച്ച് വണ്ടിയുടെ ഇതും കഴിഞ്ഞ് കസ്റ്റംസ് ക്ലിയറും കഴിഞ്ഞ് വണ്ടി ഉസ്ബെക്കിസ്ഥാൻ്റെ ലാൻഡിലാണ്. ഇതുണ്ട് അതായത് നിൽക്കുന്നു. ഡ്രോൺ ചതിച്ചു. ഇവിടെ ഡ്രോൺ ബാൻഡാണ്. നമ്മുടെ മുമ്പ് പപ്പുബായിക്ക് സെയിം പ്രശ്നമുണ്ട്. കസ്റ്റംസ് ക്ലിയറൻസ് കൊടുത്ത് ഡിക്ലറേഷൻ കൊടുത്താണ്. ഇപ്പം അതുപോലും ഇല്ല പോലും. അന്നേ തിരിച്ചു പോകാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഡ്രോൺ കളയാൻ പറഞ്ഞു. അവര് പറഞ്ഞ 2 മാസം മുമ്പ് കുഴപ്പമില്ലായിരുന്നു. ഡിക്ലറേഷൻ എന്നിട്ട് ഇപ്പൊ പറഞ്ഞു ഈ മാസം പറ്റത്തില്ല. 500 പേരുണ്ടോ? 500 പേരുണ്ട്. പാവം കോച്ചി പിടിക്കുക കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങളുടെ ഹീറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ ഈ സാധനം വേണം. അതെ പുള്ളിയുടെ ടാങ്കിൽ 100 500 രൂപ നമ്മളങ്ങ് കൊടുക്കും. ഇത് തന്നെ പടപടയെന്നുള്ള സാധനം കേട്ടോ. മറന്നോടാ? ഇല്ല 500 പൈസ കൊടുക്കുക. വേണ്ട പൈസയൊന്നും വേണ്ട പുള്ളിക്ക്. കഷ്ടപ്പെട്ടൊരൊപ്പിച്ച ഒരു പാവപ്പെട്ട ഒരു ചേട്ടനാ. ഡീസലാണോ പച്ചനാണ്. ഒരു തുള്ളി പോലെ കേട്ടോ സെവിനെ. ബോർഡറിൽ തന്നെയാണ് കിടക്കുന്നത്. അതായത് കസാക്കിസ്ഥാനിൽ നിന്ന് കടന്ന ഉസ്ബെക്കില് ഗൈസ് ഒരു ഡ്രോൺ കാരണം ഇങ്ങനൊരു അവസ്ഥ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഇരിക്കുകയാണ്. വർഷം കഴിഞ്ഞിട്ട് എത്ര മണിക്കൂറാ? ഏകദേശം 24 അല്ലല്ല. നമ്മള് ഇന്നലെ രാവിലെ കഴിച്ചാണ് ബർഗർ ഒരെണ്ണം. അവരിന്നൊക്കെയോ എന്തൊക്കെയോ സ്കാനിങ്ങിന്റെ സൗണ്ട് വെക്കുന്നത്, മുട്ടും തട്ടൊക്കെ മിണ്ടാതെ കിടക്കുവാണ്. ആ എണ്ണ കിട്ടിയോണ്ട് ഹീറ്റർ വർക്കാവുന്നില്ല, വിറച്ച് എത്താന്. ഈ ഭക്ഷണം കഴിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആർമിക്കാർ കൊണ്ട് തന്നാനെ അല്ലേ? പരിപ്പും ചോറും റൊട്ടിയും എല്ലാ ലോറികളിലും. എന്തായാലും ഇതൊരു പാഠമാണ്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് സാധനമൊക്കെ മേടിച്ച് വെക്കണം. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വെളുപ്പിനെ 3 മണിയായി. ഒരു 2 മണിക്കൂർ ഉറങ്ങണം. അപ്പോഴത്തേക്ക് മുട്ടും തട്ടും തുടങ്ങും. നാളെ കാണാം ഗൈസ്.